പെൻസിൽ ലെഡിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് കണ്ണൂർ ചതിരൂരിലെ ER അഞ്ജന. 45 ഇംഗ്ലീഷ് അക്ഷരങ്ങളുള്ള വാക്ക് പെൻസിൽ ലെഡിൽ തീർത്ത അഞ്ജന ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇതിനകം കരസ്ഥമാക്കി. ഈച്ച എന്ന സിനിമയിലെ പെൻസിൽ കാർവിംഗ് ആണ് മൈക്രോ ആർട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അഞ്ജനയ്ക്ക് പ്രേരണയായത്. യൂട്യൂബിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്തു. നേരം പോക്കിനായി തുടങ്ങിയതാണ് പെൻസിൽ ലെഡിലെ മൈക്രോ ആർട്ട്. ആവശ്യക്കാരേറിയതോടെ മികച്ച വരുമാനവും അഞ്ജനയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ 10ാം ക്ലാസ് മുതൽ ഈ മൈക്രോ ആർട്ട് എന്ന കലാരീതി ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്തത് യൂട്യൂബ് വഴിയായിരുന്നു. പിന്നെ കൂടുതൽ ചെയ്ത് കൊടുത്തിരുന്നത് ഇങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെയാണ്, കൂടുതൽ ഫ്രണ്ട്സിനൊക്കെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഒരു റെക്കോർഡ് എന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ ലെറ്റർ വന്നിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്താണ് റെക്കോർഡ് എന്ന ലക്ഷ്യം മുൻനിർത്തി മൈക്രോ ആർട്ടിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ ഇംഗ്ലീഷ് വാക്ക് 9.3 സെന്റിമീറ്റർ നീളത്തിലും 2 മില്ലിമീറ്റർ വീതിയിലുമായി പെൻസിൽ ലെഡ് കാർവിംഗ് നടത്തിയത്. ഇതോടെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അഞ്ജനയെ തേടിയെത്തി. പുരസ്കാരം കിട്ടിയതറിഞ്ഞ് നിരവധി പേരാണ് അഞ്ജനയ്ക്ക് ആശംസകളുമായി എത്തുന്നത്. പാലരിഞ്ഞാൽ സഞ്ജീവനി സേവാ സമിതി പ്രവർത്തകർ വീട്ടിലെത്തി അഞ്ജനയെ അനുമോദിച്ചു. ചതിരൂരിലെ രാജുവിന്റെയും മിനിയുടെയും മകളാണ് അഞ്ജന. ന്യൂസ് 18 ചതിരൂർ. ഇടുക്കി ഹൈറേഞ്ചിലെ തന്നാണ്ട് കർഷകർ പാവൽ കൃഷി ആരംഭിച്ചു. പ്രളയവും വിലത്തകർച്ചയും മൂലം മുൻകാലങ്ങളിൽ കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നതിനാൽ ഇത്തവണ നാമമാത്രമായ കർഷകർ മാത്രമാണ് പാവൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. നിരവധി കർഷകരാണ് നെൽകൃഷിയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഊർജം റീസൈക്ലിംഗിലൂടെ നിലനിർത്തി വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്ന മാതൃകയുമായി വാച്ച് വ്യാപാരി. തൃശൂർ ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി ജോസ് പുലിക്കോട്ടിലാണ് കണ്ടുപിടുത്തങ്ങളുമായി സജീവമാകുന്നത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം ജോസ്കോ 5 എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ജോസ് പുലിക്കോട്ടിൽ. ബിസിനസിനൊപ്പം സാധാരണക്കാരന് താങ്ങാനാവും വിധമുള്ള കണ്ടുപിടുത്തങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വ്യാപൃതനാണ് ജോസ്. റീസൈക്ലിംഗ് പവർ എന്ന യന്ത്രമാണ് ജോസിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. ബെയറിങ്ങും സ്പ്രിങ്ങിങ്ങും കട്ട് ഓഫ് പവർ പ്ലേറ്റും റീചാർജ് കപ്പാസിറ്ററും ഫാനുമെല്ലാം കൃത്യമായി ഘടിപ്പിച്ചപ്പോൾ റീസൈക്കിൾ പവർ എന്ന ഉപകരണം പ്രവർത്തന സജ്ജമായി. കഴിഞ്ഞ 5 വർഷത്തെ പ്രയത്നമാണ് ലക്ഷ്യം കണ്ടത്. വീട്ടിലുള്ള ഇൻവെർട്ടറൊക്കെ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഇലക്ട്രിസിറ്റി KCBയിലെ കറണ്ട് കൊണ്ടാണ് വീണ്ടും റീചാർജ് ആവുന്നത്. അപ്പം അതെല്ലാം ഒരു മാക്സിമം ഒരു ടൈം കഴിഞ്ഞാൽ അത് ബാറ്ററി ഡൗൺ ആയി നിൽക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് റീചാർജ് ആവില്ല. ഇതിലെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെയാണ് ആ കറണ്ട് വീണ്ടും ഇതിലേക്ക് തന്നെ കടന്നിട്ട് വീണ്ടും ബാറ്ററി റീചാർജ് ആണ്. അപ്പോൾ KCB ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അത് ഓഫായി. ഇത് ഓഫ് ആവില്ല ഒരിക്കലും. ഇത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കറണ്ട് വന്നുകൊണ്ടിരിക്കും. പോണ കറണ്ടിന് വീണ്ടും ഉള്ളിലേക്ക് തന്നെ ആക്കുക. അതാണ് റീസൈക്കിൾ കറണ്ട് എന്ന് പറയാൻ ഉദ്ദേശം. വൈദ്യുതി റീസൈക്കിൾ ചെയ്യുന്ന ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു മിഷനറി പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ വലിയ അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്താനും ജോസേറിൻ്റെ സ്വപ്നങ്ങളാണ് ഇനി ഇവിടെ ഒരു ഇന്നോവേറ്റീവായ ആശയങ്ങളുള്ള ആളുകൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് മാതൃകയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർക്ക് അറിവ് പങ്കുവയ്ക്കാനും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുമായി ഒരു സർക്കാരിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ഒന്നുമല്ലാത്ത ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെ ജോസഫ് തുടങ്ങാൻ പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സ്റ്റാർട്ടപ്പിനും
എല്ലാ പിന്തുണയും സഹായവും ഉണ്ടാകും. ഇതുകൂടാതെ തന്നെ ഇവിടെ വേറെയും ചില കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വൈദ്യുതി ഉപയോഗത്തെ നേരെ പകുതിയായി കുറയ്ക്കാൻ ഈ യന്ത്രത്തിന് കഴിയുമെന്നാണ് ജോസിന്റെ അവകാശവാദം. ഈ കണ്ടുപിടുത്തത്തോടെ TN പ്രതാപൻ MP നേരിട്ടെത്തി ജോസിനെ അഭിനന്ദനവും പിന്തുണയും അറിയിച്ചു. ഊർജ്ജ സംരക്ഷണത്തിന് സഹായിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ വേറെയുമുണ്ട് ജോസിന്റെ ലിസ്റ്റിൽ. ന്യൂസ് 18 തൃശൂർ. ചാവക്കാട് നഗരസഭയുടെ കുട്ടികളുടെ പാർക്ക് ഇനി മുതൽ നാടിന് സ്വന്തം. ചരിത്ര പുരുഷൻ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ പേരിലാണ് നഗരസഭ കുട്ടികളുടെ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. വഞ്ചിപ്പുരയിൽ കനോലി കനാലിനോട് ചേർന്ന് പഴയ പാലത്തിന് സമീപത്താണ് പാർക്ക്. നഗരസഭയുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. ഏകദേശം 1/2 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് 64,50,000 രൂപയോളം ചിലവഴിച്ചുകൊണ്ട് ഈ പാർക്ക് പണിതിട്ടുള്ളത്. കനോലി കനാലിനോട് ചേർന്ന് തന്നെ ഒരു പുഴയോര പാതയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുവാനും മറ്റുമുള്ള ഉപകരണങ്ങൾ കേരള സംസ്ഥാന ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ കളി ഉപകരണങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. $50 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. 64 ലക്ഷം രൂപ ചെലവായി. ആർട്ടിസാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കളി ഉപകരണങ്ങൾ സജ്ജീകരിച്ചത്. ബാത്റൂമും ക്യാന്റീനും പുഴയോര പാതയും നിർമ്മിച്ചിട്ടുണ്ട്. ബോട്ടിംഗ് സംവിധാനവും ഏർപ്പെടുത്തും. ന്യൂസ് 18 ചാവക്കാട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വ്യത്യസ്തതകൾ ഏറെയാണ്. സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും ഫോട്ടോയും അടക്കമുള്ളവ പതിച്ച മാസ്കുകളും ടീഷർട്ടുകളും കീ ചെയിനുകളും തൊപ്പിയും വിപണിയിൽ സുലഭമായി കഴിഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രചരണത്തിന് കർശന നിയന്ത്രണമുള്ളതിനാൽ സ്ഥാനാർത്ഥികൾ വേറിട്ട പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. പഴയ വീറും വാശിയും ഇത്തവണ ഉണ്ടാവില്ലെങ്കിലും സീറ്റ് ഉറപ്പിച്ചവർ തങ്ങളുടെ പേരും ചിത്രവും ചിഹ്നവുമുള്ള മാസ്കുകളും കീചെയിനും തൊപ്പികളും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ വോട്ടുപിടുത്തത്തിൽ സ്ഥാനാർത്ഥികൾക്കുമപ്പുറം മാസ്കിനും തൊപ്പിക്കുമെല്ലാമായിരിക്കും താരപദവി. കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലായ പ്രിന്റിംഗ് മേഖലയുള്ളവർക്കും ചെറിയ ആശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ്. 8 മാസത്തോളം കാര്യമായ ജോലിയൊന്നുമില്ലാതിരുന്ന പ്രിന്റിംഗ് പ്രസ്സുകളും തെരഞ്ഞെടുപ്പടുത്തതോടെ ഉണർന്നിട്ടുണ്ട്. ഓർഡറുകൾ കിട്ടിത്തുടങ്ങിയതായി മുക്കത്തെ കേന്ദ്രം സ്ഥാപന ഉടമ ബഷീർ പറഞ്ഞു. നമ്മൾ ടീഷർട്ടുമേൽ പ്രിന്റ് ചെയ്യുക, അതുപോലെ മാസ്ക് പ്രിന്റ് ചെയ്യുക. മാസ്കിൽ നമ്മളെ വോട്ടേഴ്സിൻ്റെ ഫോട്ടോയും പേരും വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബലൂണ് പ്രിന്റ് ചെയ്യുക, കീ ചെയിന്, ഇങ്ങനെ ഇത്തരം താരങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ട് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇതുവരെ സാമ്പത്തിക മാധ്യമമായിരുന്നല്ലോ, ആ മാധ്യമത്തിൽ നിന്നൊന്ന് കരകയറാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. തുണി മാസ്കുകൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. ഫോട്ടോയും ചിഹ്നവും അടക്കം പ്രിന്റ് ചെയ്ത മാസ്കുകൾക്ക് മൊത്തവില 10 രൂപയാണെങ്കിൽ ചില്ലറ വില 20 രൂപ വരെ ഈടാക്കുന്നുണ്ട്. 100 രൂപ മുതലുള്ള ടീഷർട്ടുകൾ വിപണിയിലിറങ്ങിക്കഴിഞ്ഞു. കീ ചെയിനുകൾക്കും വലിയ ഡിമാൻഡാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിപ്പിച്ച തൊപ്പികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഫോട്ടോ പതിച്ച തൊപ്പികൾ ഇത്തവണ ആദ്യമാണ്. ന്യൂസ് 18 മുക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നാടും നഗരവും നീങ്ങുമ്പോൾ വിപണിയും സജീവമാകുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ചിഹ്നങ്ങൾ പതിച്ച മാസ്കുകൾക്കാണ് തോരണങ്ങളെക്കാൾ ഡിമാൻഡ്. തമ്പാനൂരിലെ കൊടിക്കടയിൽ കച്ചവടം സജീവമാകുകയാണ്.
തെരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ തമ്പാനൂരിലെ കൊടിക്കട ഒരുങ്ങും. കൊടിയും തോരണങ്ങളും മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ആവേശം പകരാൻ എന്തും തയ്യാർ. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആർക്കും കയറി വരാം, ആവശ്യമുള്ളത് വാങ്ങി തിരിച്ചു പോകാം. ഈ കോവിഡ് കാലത്ത് ഇവിടെ കൊടിയേക്കാൾ ഡിമാൻഡ് മാസ്കിനാണ്. വെറും മാസ്ക് അല്ല, പടവും ചിഹ്നവുമുള്ള മാസ്ക്. പ്രധാനമായിട്ടും കൊടി തോരണങ്ങൾ, പിന്നെ LED ലൈറ്റ്, ഇപ്പോൾ മാസ്ക്, തൊപ്പി, പിന്നെ ഷെയ്ഡ്, അത്തരത്തിൽ പേപ്പർ മാസ്കുകൾ അല്ല പേപ്പർ പേപ്പറുകളുടെ മുഖംമൂടികൾ അതൊക്കെ വരുന്നുണ്ട്. ഏതിനാണ് ഏറ്റവും ഡിമാൻഡ്? കൊടിയാണ് കൂടുതൽ ചോദിച്ചു വരുന്നത്. പിന്നെ LED ലൈറ്റ്, ഇപ്പോൾ മാസ്ക് എല്ലാ വരുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നത് മാസ്കാണ്. പ്രിന്റഡ് മാസ്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിച്ച മാസ്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തോരണങ്ങളും തൊപ്പിയും കീച്ചെയിനും ബനിയനും LED ഉൾപ്പെടെ എല്ലാം തയ്യാർ. കടയുടെ പേര് തന്നെ കൊടിക്കട എന്നാക്കിയത് രാഷ്ട്രീയ പാർട്ടികളാണ്. ആവശ്യക്കാർ അവർ കൊടിക്കട, കടക്കട എന്നുള്ള ഒരു പേര് അവരുടെ രീതിയിൽ വന്നൊരു പേരാണ് കൊടിക്കട. അപ്പോൾ ഞങ്ങളിപ്പം എല്ലാവരും അടുത്തും പറയുന്നതും ആ രീതി തന്നെ, കൊടിക്കട എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പേരങ്ങ് പതിഞ്ഞുപോയി, ഇപ്പോൾ കൊടിക്കട എന്നുള്ള. പ്രചാരണത്തിലെ നിയന്ത്രണങ്ങൾ കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാരാളിപ്പറമ്പിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഫ്ലോർ മില്ലിന് തുടക്കമായി. പൂർണ്ണമായും സ്ത്രീകളുടെ മേൽനോട്ടത്തിലാണ് മില്ലിന്റെ ചിട്ടപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കൊടിയത്തൂർ കാരാളിപ്പറമ്പ് സ്വദേശികളായ ഈ 6 സ്ത്രീകൾ. കോവിഡ് കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ വരുമാന മാർഗം നിലച്ചു തുടങ്ങിയപ്പോഴാണ് മൈത്രി കുടുംബശ്രീ അംഗങ്ങളായ 6 പേർ ഒരു പുതിയ തൊഴിൽ അന്വേഷിച്ചു തുടങ്ങിയത്. ഇവരുടെ അന്വേഷണം ചെന്നെത്തിയത് CDSുമായുള്ള കൂടിയാലോചനയിലാണ്. അങ്ങനെയാണ് സ്ത്രീകൾ മാത്രമായി നടത്തുന്ന ഒരു ഫ്ലോർ മിൽ എന്ന ആശയത്തിലെത്തിയത്. പിന്നീട് ഈ 6 പേരും ചേർന്ന് 9 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്താണ് മൈത്രി ഫ്ലോർ മില്ലിന് തുടക്കം കുറിച്ചത്. സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് അധികം പഠിക്കാതെ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് ജോലിക്ക് വളരെ സാധ്യത കുറവാണല്ലോ ഈ മേഖല. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളൊരു ഇതായിരുന്നു. ഞങ്ങൾ പല കാര്യങ്ങളും അന്വേഷിച്ച് സമയത്ത് കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടു. എന്തെങ്കിലും സ്വയം തൊഴിലായിട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. അത് ഞങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു. അതിൽ CDS ചെയർപേഴ്സണായിട്ട് സുജാതച്ചിയാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു മാർഗ്ഗം ചെയ്യുന്നത്. പ്രവൃത്തി പഠിച്ചെടുത്ത് ഞങ്ങൾ 1-2 മില്ലുകളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ചെറുപ്പമുള്ളൊരു കുറച്ച് സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടു. അവരെ മില്ലിൽ പോയി കണ്ടു, അതിൻ്റെ പ്രവർത്തന രീതികൾ എന്താണെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അപ്പോൾ CDS പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കൊറോണേൻ്റെ ഈ അവസരത്തിൽ ട്രെയിനിങ് ഒന്നും നടത്തുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു പഠിക്കാം, അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം അങ്ങനെ കയ്യുള്ള അവസരങ്ങൾ ഇത് ചെയ്ത് പഠിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നത്. കൊടിയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വപ്ന വിശ്വനാഥ് മൈത്രി ഫ്ലോർ മില്ലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ധാന്യങ്ങൾക്ക് പുറമെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ പൊടിച്ചെടുക്കാൻ വേറെ യന്ത്രങ്ങൾ മുതൽ ബോധവൽക്കരണം വരെ നിർവഹിക്കുന്നത് 15 വനിതാ ഹരിത കർമ്മസേന അംഗങ്ങളാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി കൈകോർത്തിരിക്കുകയാണ് കരുണാപുരത്തെ വനിതാ കൂട്ടായ്മ. 15 പേരടങ്ങുന്ന സംഘമാണ് നേതൃത്വം നൽകുന്നത്. വീടുകളിലെത്തി പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന പിക്കപ്പ് വാൻ ഓടിക്കുന്നത് കരുണാപുരം പേരാപ്പറമ്പിൽ സോണി ഷൈജനാണ്. ഞങ്ങൾ ഹരിതകർമ്മസേനയിൽ 15 അംഗങ്ങളാണുള്ളത്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് 17 വാർഡുകളിലായിട്ട് എല്ലാവരും കൂടെ വീടുകളിലും കടകളിലെല്ലാം കയറി പ്ലാസ്റ്റിക്
ശേഖരിച്ച് അതെല്ലാം ഞങ്ങളുടെ MCFലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങളുടെ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുവാനായിട്ട് സാധിക്കുന്നു. പഞ്ചായത്തിലെ ഓരോ വീടുകളിലും ഹരിതകർമ്മസേന അംഗങ്ങൾ എത്തും. ഇതുവരെ 2000 കിലോ പ്ലാസ്റ്റിക് ഹരിതകർമ്മസേന ശേഖരിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെ ശാസ്ത്രീയമായി ഉന്മൂലനം ചെയ്തതിന്റെ അംഗീകാരമായി ഗ്രാമപഞ്ചായത്തിന് ശുചിത്വ പദവിയും ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളുമായി ആലോചിച്ച് ഓരോ ടൗണുകളുടെയും ശുചീകരണത്തിന് ആവശ്യമായ സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും എല്ലാം വളരെ ആത്മാർത്ഥമായ കഠിനമായ പ്രയത്നം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അംഗീകാരത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെക്ക് പോസ്റ്റായ കമ്പംമേട്ടിലും വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലും സമ്പൂർണ്ണ ഹരിത പദ്ധതി ആവിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വനിതാ കൂട്ടായ്മ. ന്യൂസ് 18 കരുണാപുരം. മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്കു ശേഷം സംസ്ഥാനത്തെ ബീച്ചുകൾ തുറന്നെങ്കിലും ശംഖുമുഖത്തെത്തുന്ന സന്ദർശകർ കടുത്ത നിരാശയിലാണ്. ഇവിടുത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും കടലെടുത്തതിനാൽ വരവ് ആഘോഷമാക്കാൻ കഴിയാതെയാണ് സന്ദർശകരുടെ മടക്കം. അതേസമയം തീരം അപകടാവസ്ഥയിലായതിനാൽ സന്ദർശകർക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത് പ്രതാപം നഷ്ടപ്പെട്ട ശംഖുമുഖം ബീച്ച്. ഭൂരിഭാഗം പ്രദേശവും കടലെടുത്തിരിക്കുന്നു. സായാഹ്നങ്ങൾ മനോഹരമാക്കാനുള്ള ഒന്നും ഇന്ന് ശംഖുമുഖത്തില്ല. സൗകര്യങ്ങളുടെ അപര്യാപ്തതയ്ക്കൊപ്പം ഇരിപ്പിടങ്ങൾ പോലും അപകടാവസ്ഥയിൽ. ഈ കടലൊക്കെ അടിച്ചെല്ലാം പോയില്ലേ, അപ്പോൾ പഴയ ഒരു സെറ്റപ്പില്ല. അത് തിരിച്ച് അതുപോലെ ആയി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പണിയൊക്കെ തുടങ്ങിയെന്ന് പറയുന്നു. അതുപോലെ ആയി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. തീരം വീണ്ടെടുക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി വേണമെന്ന ആവശ്യമാണ് സന്ദർശകർക്കുള്ളത്. പ്യുവർ ഡെഡായി കിടക്കുകയാണ്. അപ്പോൾ അതിന് ഒരു നല്ലൊരു ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരു സ്ക്രാച്ച് മുതൽ സ്റ്റാർട്ടിങ് കിട്ടിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ സ്ക്രാച്ച് കിടക്കുന്ന സംഭവമാണ്. ഈ സാധനത്തിന് ഒരു നല്ലൊരു വെൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു ഇത്. വർഷങ്ങളായിട്ട് നമ്മളിവിടെ സ്ഥിരം വന്ന് വൈകിട്ടോടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അഭിപ്രായം അതാണ്. ശംഖുമുഖത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തീരം പൂർവ്വസ്ഥിതിയിലാകാൻ വർഷങ്ങളെടുക്കുമെന്ന് ഉറപ്പാണ്. അപകടാവസ്ഥയുള്ളതിനാൽ സന്ദർശകർക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേലിയേറ്റ മേഖലയിൽ 100 മീറ്ററിനപ്പുറം സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിന് 526 കോടി രൂപ നൽകാൻ തയ്യാറായി ഭക്തൻ. ബംഗളൂരുവിലെ വ്യവസായിയായ ഗണശ്രാവണാണ് തുക നൽകാൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വികസനത്തിന് തുക വിനിയോഗിക്കാനാണ് തീരുമാനം. ചോറ്റാനിക്കര ദേവിയോടുള്ള നന്ദി സൂചകമായാണ് ഇത്രയും വലിയ തുക ഗണശ്രാവൺ നൽകുന്നത്. ജീവിതം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ ഒരു ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ചോറ്റാനിക്കരയിലെത്തി. പിന്നീട് എല്ലാ പൗർണമിയിലും ദേവീ ദർശനത്തിനായി ഗണശ്രാവൺ ചോറ്റാനിക്കരയിലെത്തുന്നത് പതിവായി. 300 കോടി രൂപ നൽകാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ 200 കോടി രൂപ കൂടി നൽകുകയാണെങ്കിൽ ക്ഷേത്രനഗരം പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്ന് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ആർക്കിടെക്ചർ BR അജിത് നിർദ്ദേശിച്ചു. ഇതോടെയാണ് 526 കോടി രൂപ നൽകാൻ തീരുമാനമെടുത്തത്.
ബംഗളൂരുവിലെ സ്വാമിജി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടറാണ് ഗണേഷ് രാവൺ. ഇന്ത്യയിലെ പ്രമുഖ സ്വർണ്ണവജ്ര കയറ്റുമതി ഗ്രൂപ്പാണിത്. 2 ഘട്ടങ്ങളിലായി പദ്ധതി പൂർത്തീകരിക്കാനാണ് നീക്കം. ക്ഷേത്ര വികസന പദ്ധതി ഗണേഷ് രാവൺ അവതരിപ്പിച്ചിട്ട് 1 വർഷമായി. ക്ഷേത്രം ഭരണസമിതി ദേവസ്വത്തിനെ അറിയിച്ചതനുസരിച്ച് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ഹൈക്കോടതിയുടെ അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ദേവസ്വം നീക്കം. ന്യൂസ് 18 കൊച്ചി. കളിമണ്ണിൽ ശില്പങ്ങൾ നിർമ്മിച്ചും ചിത്രങ്ങൾ വരച്ചും വിസ്മയം തീർക്കുകയാണ് കോന്നി ഐരവൺ സ്വദേശിയും +1 വിദ്യാർത്ഥിയുമായ സച്ചു കൈമൾ. നിമിഷങ്ങൾ കൊണ്ട് പ്രമുഖ വ്യക്തികളുടെ ശില്പങ്ങൾ നിർമ്മിച്ചാണ് സച്ചു ശ്രദ്ധേയനാണ്. സച്ചു കൈമൾ കളിമണ്ണിൽ ശില്പനിർമ്മാണം തുടങ്ങിയത്. പ്രമുഖ വ്യക്തികൾ, രാഷ്ട്രീയക്കാർ, സമുദായ നേതാക്കൾ, സാഹിത്യകാരന്മാർ എന്നിവരുടെ ശില്പങ്ങളാണ് പ്രധാനമായും കളിമണ്ണിൽ തീർക്കുന്നത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ശില്പനിർമ്മാണത്തിൽ തുടർച്ചയായി 3 തവണ എ ഗ്രേഡ് നേടിയ കലാകാരൻ കൂടിയാണ് സച്ചു കൈമൾ. ആദ്യമായിട്ട് സ്കൂളിൽ ഒരു സാറിനുണ്ടായിക്കൊണ്ട് കൊടുത്തു, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെ 5ാം ക്ലാസ് തൊട്ട് പടം വരയ്ക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലെ ശാസ്ത്രമേള അതിനെല്ലാം പങ്കെടുക്കുന്നുണ്ട്. 3 വർഷമായിട്ട് സ്റ്റേറ്റിലെ വിന്നറാണ്. പിന്നെ വീട്ടുകാർ നല്ല പ്രോത്സാഹനമാണ്, അതുപോലെ തന്നെയാണ് സ്കൂളുകാരും. അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ